Good afternoon to all. Good afternoon. Good afternoon. Okay, കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു. സോറി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Yes, teacher. Okay, then start with prayer. Prayer ആരാ ചൊല്ല? ആരാ prayer ആരാ ചൊല്ല? Okay, I'll do. No one. Dear God, thank you for this new day class. Bless our mind to learn with joy. Help us to be patient, kind, and understanding. Guide us to love and respect everyone who stay with us as we grow in knowledge and wisdom. Amen. Okay, then പിന്നെ സൈൻ ഇൻ തോട്ട് ഓഫ് ത്രീ ഒന്നും ക്ലാസ്സിൽ ഇല്ല പൊതുവെ അല്ലേ? Yes, teacher. Thought of the day എപ്പോഴും പറയാറുണ്ട്. നോക്കി പറയൂ. മിക്കപ്പോഴും ഞാൻ തന്നെയാ പറയാറ്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ക്ലാസ്സിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാ ക്ലാസ്സും മറ്റുമാണ്. ഇന്നുണ്ടോ? Okay. Today I will tell. Okay, Miss Geeta always doing. Okay. Good morning, everyone. I warmly welcome our dear Ashwati teacher, all my classmates, and the technical staff who support us. Let us begin today's class with a positive thought. The goal of early childhood education should be to activate the child's own natural desire to learn by Maria Montessori. ചൈൽഡ്ഹുഡ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കുട്ടിയുടെ സ്വാഭാവികമായ പഠിക്കാനുള്ള ആഗ്രഹത്തെ ഉണർത്തുക എന്നതാകണം. ഓക്കെ, താങ്ക് യു. ക്ലാസ്സില് ഉഷ ആൻഡ് ഗീത മാത്രമാണ് കുറച്ച് ആക്റ്റീവ് കേട്ടോ, ബാക്കിയുള്ളത് ആക്റ്റീവ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ മോർ ആക്റ്റീവ് ഗീത ഉഷയാണ്. ഓക്കെ, അവരില്ലെങ്കിൽ ക്ലാസ് ഭയങ്കര സൈലന്റ് ആയിരിക്കും. ക്ലാസ് എടുക്കുമ്പോ എന്തോ പോലെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ആബ്സെന്റ് ആയാൽ അത് പെട്ടെന്ന് ടീച്ചേഴ്സിന് മനസ്സിലാവും. അപ്പൊ ചോദിക്കും, ഗീത വന്നിട്ടില്ലേ, ഉഷ വന്നിട്ടില്ലേ എന്ന് ചോദിക്കും. അങ്ങനെയാണത്. ഓക്കെ, സോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എവിടെയാണ് എടുത്തത്? ഏത് പോർഷൻ ആണ് അറിയൂ? ദ കോൺഗേറ്റ്, അതാണ് ഇനിയുള്ളതെന്ന് തോന്നുന്നു. കോൺവെർട്ട് സ്റ്റാർട്ട് ചെയ്തോ? യെസ് ടീച്ചർ, ഫിഫ്ത്ത് റൂൾ വരെ എടുത്തു. ഈ ഫിഫ്ത്ത് റൂൾ വരെയും ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? നോ ടീച്ചർ. ക്ലിയർ ആണ്. യെസ്. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എല്ലാ റൂളും എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് എല്ലാ റൂളും ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് നിങ്ങളുടെ ഒപ്പീനിയൻ. പറയണമെങ്കിൽ ഞാൻ പറയാം, കുഴപ്പമൊന്നുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. ഇപ്പൊ ടീച്ചർ എക്സാമിന് വരുന്നത് മാത്രം എടുത്താൽ മതി, ബാക്കി നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്ത് പോയിക്കോളാം. ഇത് എന്തായാലും പഠിക്കണം കേട്ടോ, പഠിക്കാതിരിക്കരുത്, മസ്റ്റ് ആണ് പഠിക്കണം. ഓക്കെ, അപ്പോ നമുക്ക് ഫിഫ്ത്ത് റൂൾ വരെ ഞാൻ പറഞ്ഞു. സിക്സ്ത് വൺ ഞാൻ പറയുന്നില്ല, എക്സാം വൈസ് ആയതുകൊണ്ട് സിക്സ്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ സെവൻത് വൺ ആണ് നോക്കുന്നേ. ഓക്കെ, when a singular noun is preceded by many, we must use a singular verb. അതായത് many a വരാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? many a വരാണെങ്കിൽ തന്നിരിക്കുന്ന ആ സെന്റൻസില് തന്നിരിക്കുന്ന ആ സബ്ജക്ട് എന്താണെന്ന് നോക്കാം. പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കാം. ഏത് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് മെനി എ വരുമ്പോ സിംഗുലർ ആണ് വരാ, അപ്പോ സിംഗുലർ വേർബ് ആണ് അവിടെ യൂസ് ചെയ്യാം.
ഓക്കെ, ഇനിയിപ്പോ മെനി സ്റ്റുഡൻസ് ആണെങ്കിൽ മെനി സ്റ്റുഡൻസ് ഇറ്റ്സ് എ പ്ലൂറൽ വേർബ്. മെനി മാത്രമാണ് വരുന്നെങ്കിൽ ഓക്കെ അത് പ്ലൂറൽ ആണ്. ഇനി മെനി എ ആണ് വരുന്നെങ്കിൽ അത് സിംഗുലർ ആണ്. ഓക്കെ, ഇത് ഓരോ റൂളും നിങ്ങൾ ആ രീതിയിൽ തന്നെ നോക്കി പഠിക്കാം കേട്ടോ. മെനി എ വരുമ്പോ സിംഗുലർ ആണ് എന്ന് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, 6th റൂൾ എഴുതി വെക്കുക. എന്നിട്ട് എഴുതാം മെനി എ ആണ് വരുന്നതെങ്കിൽ സിംഗുലർ നൗൺ ആണ് അവിടെ വരുന്നെങ്കിൽ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം. മെനി ആണെങ്കിൽ അത് പ്ലൂറൽ നൗൺ ആണ് വരുന്നെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം. മെനിയും മെനി എയും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, teacher. Okay, then next 8-1 അല്ല 9-1 ആണ്. ഈ തന്നിരിക്കുന്ന കീവേഡ്സ് നോക്കാം. വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ് എന്നൊക്കെ വരികയാണെങ്കിൽ വരുന്നത് നൗൺ പ്ലൂറൽ ആയിരിക്കും. അപ്പോ യൂസ് ചെയ്യേണ്ടത് ഇപ്പോ വൺ ഓഫ് ദ ടീച്ചേഴ്സ് വാണ്ട്സ് ലീവ് ദ റൂം. വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്നാണ് വന്നത്. പക്ഷെ യൂസ് ചെയ്യേണ്ട വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ? ഒന്നുകൂടെ പറയാമോ മിസ്സേ? വൺ ഓഫ് ദ ടീച്ചേഴ്സ്, വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്ന് യൂസ് ചെയ്തിട്ട് ഇവിടെ എന്താ പറഞ്ഞു? വാണ്ട് ആണോ പറഞ്ഞിരിക്കുന്നത്? വാണ്ട്സ് ആണോ? wants. വാണ്ട്സ് ആണ്. അപ്പോ എന്ത് തന്നെ സിംഗുലർ വെർബ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈച്ച് ഓഫ് ദം പ്രിപ്പേഴ്സ്. കണ്ടോ, പ്രിപ്പേഴ്സ് വന്നിരിക്കുന്നതാണോ? പ്രിപ്പയർ അല്ല വന്നിരിക്കുന്നത്, പ്രിപ്പേഴ്സ് ആണ്, സിംഗുലർ ആണ്. Neither of the students smoke cigarettes. കണ്ടോ? Then അതുപോലെ തന്നെയാണ് ഈച്ച് ഗേൾ വർക്ക്സ് ഹാർഡ്. ഈച്ച് ഗേൾ, ഈച്ച് ഇവിടെ മുകളില് വൺ ഓഫ് ഈച്ച് ഓഫ് എന്ന് വന്നു. പക്ഷെ ഈച്ച് മാത്രമാണ് വരുന്നെങ്കിലോ? ഈച്ച്, എവ്രി എന്നൊക്കെ മാത്രമാണ് വരുന്നതെങ്കിൽ എന്താണ്? ഈച്ച് ഗേൾ ആണ് വരാം. അവിടെ നമ്മള് എന്ത് യൂസ് ചെയ്യണം? യൂസ് ചെയ്യണ്ടേ? സിംഗുലർ സിംഗുലർ ആണ്. ഈച്ച് ഗേൾ വർക്ക്സ് ആണ്. അപ്പൊ സിംഗുലർ ആണ് വരാ. ഓക്കെ, അപ്പൊ കീവേഡ്സ് നോക്കി വെക്കാം. ഇപ്പൊ വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ് ഒക്കെ വരികയാണെങ്കിൽ പ്ലൂറൽ നൗൺ ആണ് വരാ. അപ്പൊ യൂസ് ചെയ്യേണ്ടത് എന്താണ്? സിംഗുലർ വേർബ് ആയിരിക്കണം, അല്ലെങ്കിൽ സിംഗുലർ നൗൺ ആയിരിക്കണം. ഓക്കെ, ഇനി ഈച്ച് ഗേൾ ആണെങ്കിൽ ഈച്ച് ഓഫ് ഇല്ല, ഈച്ച് ആണ്. ഈച്ച് ഗേൾ ആണെങ്കിൽ അവിടെ വന്നിരിക്കുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് ഈ നോട്ട്ബുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? മനസ്സിലാവുന്നില്ല? വായിക്കുമ്പോ തന്നെ ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒന്നും ഇണ്ടാതെ ക്ലിയർ ആവുന്നില്ലേ? ആവുന്നില്ലെങ്കിൽ എന്ന് പറയൂ. കോൺഗേഡ് എങ്ങനെയാണ്? കോൺഗേഡിൽ ശ്രദ്ധിക്കേണ്ടത് ആ കീവേഡ്സ് ആണ് കേട്ടോ. കീവേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. എങ്ങനെ എഴുതണം? സിംഗുലർ ആണ് യൂസ് ചെയ്യുക, പ്ലൂറൽ ആണ് യൂസ് ചെയ്യുക, കീവേഡ് വെച്ച് നമ്മൾ പഠിക്കുക. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യേണ്ടത് വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ് വരുമ്പോ പ്ലൂറൽ നൗൺ ആണ് വരാ. സോ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വേർബ് ആയിരിക്കണം എന്ന് പഠിക്കുക. പഠിക്കേണ്ടതാണ് കേട്ടോ, മനസ്സിലാക്കിക്കൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് കോൺഗേഡ് എന്ന് പറയുമ്പോൾ പഠിക്കുക. കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് പഠിച്ചാൽ മാത്രം നമുക്ക് കിട്ടും, അല്ലാതെ കിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ആയിട്ടും പഠിക്കേണ്ടതാണ്. ഇതിപ്പോ 9th ആണ്. ഇനി നമ്മൾ നോക്കുന്നത് 11th 1 ആണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഫസ്റ്റ് കോൺഗേഡ് ഇമ്പോർട്ടന്റ് ആയത് നോട്ട് ചെയ്ത് വെക്കും. ഞാൻ പറയാം, ഓരോ നമ്പേഴ്സ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ. നോട്ട്ബുക്ക് എടുക്കുക, അത് നോട്ട് ചെയ്ത് വെക്കാം. മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഫുള്ള് പറഞ്ഞോ? ഞാൻ നോ ടീച്ചർ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സെവൻത്ത്, സംതിങ് ലൈക്ക് ദാറ്റ്. 7th 11 12 13 13 ഇമ്പോർട്ടന്റ് മാത്രം. ക്ലിയർ ആണ്. അപ്പൊ നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ 9 പറഞ്ഞു, ഇനി 11th 1 ആണ്.
When a lot of, most of, some of, a greater, a part of is followed by plural, so used plural verb. അത്രയും കീവേഡ്സ് വരുമ്പോ നമ്മൾ യൂസ് ചെയ്യേണ്ട നൗൺ പ്ലൂറൽ ആണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, then അത് ഫുൾ എഴുതിയിട്ടില്ല, അതൊന്ന് സ്ക്രോൾ ചെയ്തിട്ടൊന്ന് മേലെ കൊണ്ടുപോവോ? When a lot of, most of, some of, the greater part of is followed by the plural, plural is used. A lot of books are, and a lot of books are missing from the ship. Some of the students have been suspended from the college, and the greater part of the mangoes are, and പക്ഷേ ഇവിടെ സിംഗുലർ വേർബിന്റെ കൂടെ നമ്മള് ഇപ്പോ അൺകൗണ്ടബിൾ നൗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. a lot of money, a lot of money അൺകൗണ്ടബിൾ ആണ്. സോ യൂസ് ചെയ്യേണ്ടത് അവിടെ സിംഗുലർ വെർബ് ആയിരിക്കണം. മനസ്സിലായോ? a lot of money എന്ന് പറയുന്നത് മണി അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ യൂസ് ചെയ്യേണ്ടത് was ആണ്, നോട്ട് were. ഓക്കെ, അപ്പൊ ആറോ വേറോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ സിംഗുലർ ആയിട്ടാണ് കാണാം. മോസ്റ്റ് ഓഫ് ദ വീറ്റ്, വീറ്റ് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തത് അവിടെ സിംഗുലർ ആണ്, സീൻസ് ആണ് യൂസ് ചെയ്തത്. വെർബ് സീൻസ് ആയി. The greater part of the water, water is an uncountable noun, so we used the word was. Okay, clear? കൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് കീവേഡ്സ് വരുന്നെങ്കിൽ നമുക്ക് അവിടെ പ്ലൂറൽ തന്നെ എഴുതാം. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ വെർബ് ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. നെക്സ്റ്റ് 12 ആണ്. 12th one, when words referring to money, distance, date, etc. are taken as units, we must use this is singular verb. അതായത് മണി, ഡിസ്റ്റൻസ്, വെയിറ്റ് ഇതൊക്കെ അല്ലേ, 2 കിലോ 3 കിലോ. ഡിസ്റ്റൻസ് ആണെങ്കിൽ 1 കിലോമീറ്റർ 3 കിലോമീറ്റർ. മണി ആണെങ്കിൽ 100 rupees 10 rupees എന്നൊക്കെ പറയില്ലേ. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വരാണെങ്കിൽ, ആ വേർഡ് വരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം. 100 rupees is not a big amount. 100 rupees ആണ്, സിംഗുലർ ആയിട്ട് കണക്കാക്കാം കേട്ടോ. ഇനി 8 hours of work, 8 hours അവിടെ നമ്മള് അവേഴ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ടൈം ആണ് അവിടെ വരാം. ടൈം ക്വാണ്ടിറ്റി ആണ് അല്ലെ, എത്ര ടൈം ആണ് എന്നാണ്. ഡിസ്റ്റൻസ് കാണിക്കുകയാണെങ്കിൽ 50 kilometers ഈസ്. കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറലായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ തെറ്റാണ്. കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിരിക്കണം. അപ്പോ 50 kilometers ഈസ് എ ലോങ് ഡിസ്റ്റൻസ് എന്നാ വരാം. 6 വരില്ല കേട്ടോ, 6 എ ലോങ് ഡിസ്റ്റൻസ് എന്ന് വരില്ല. അതുപോലെ തന്നെയാണ് കിലോ വെയിറ്റ് വരുമ്പോ 5 kilos ഓഫ് വെജിറ്റബിൾസ് കണ്ടോ, വെജിറ്റബിൾസ് എന്നാ പറഞ്ഞത്. വെജിറ്റബിൾസ് ഹാസ് ബീൻ, വെജിറ്റബിൾസ് അത് പ്ലൂറലായിട്ട് തോന്നാം, പക്ഷെ യൂസ് ചെയ്തിരിക്കുന്നത് ഹാസ് ആണ്, നോട്ട് ഹാവ്. ഓക്കെ, ഹാസ് ബീൻ ഓർഡേർഡ്. ക്ലിയർ? അപ്പോ ആ കീവേഡ് മണി, ഡിസ്റ്റൻസ്, വെയിറ്റ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആയിരിക്കണം. അതിപ്പോ ഓക്സിലറി ആണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിരിക്കണം. ഓക്കെ, Okay, miss. യെസ്. ഇനി നെക്സ്റ്റ് 14(1) nouns such as areas, binoculars, clothes, colors, damages, earrings. തന്നിരിക്കുന്ന ഈ നൗൺസ് നോക്കാം കേട്ടോ. അതെല്ലാനും എന്താണ്, പ്ലൂറൽ ആയിട്ട് കാണാം. ഓക്കെ, സോ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറി ആയിക്കോട്ടെ വെർബ് ആയിക്കോട്ടെ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, സിസേഴ്സ് ആർ. സിസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കത്രിയേ ഉള്ളൂ, പക്ഷേ നമ്മൾ യൂസ് നമ്മളത് പ്ലൂറൽ ആയിട്ട് കാണാം. സിസേഴ്സ് എന്നാ പറയാ അല്ലെ, പ്ലൂറൽ ആയിട്ട് കാണാം. അപ്പൊ ഈ തന്നിരിക്കുന്ന നൗൺ എല്ലാനും നമ്മൾ പ്ലൂറൽ ആയിട്ട് കാണാം. അപ്പൊ യൂസ് ചെയ്യേണ്ട ഓക്സിലറി ആണെങ്കിലും വേർബ് ആണെങ്കിലും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോ whenever is used before some of the above
nouns that denotes things made up of two equal parts, such as the bands, the verb must be singular. Either there is a new pair of specs on the table. New pair of specs on the table. Specs എന്നാണ് വന്നിരിക്കുന്നത്. ഇത് സിംഗുലർ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, പെയർ ഓഫ് എന്നൊക്കെ പറയില്ലേ, അതായത് ഇത് ഇപ്പോ പ്ലൂറൽ ആണെന്ന് പറഞ്ഞു, അതിന്റെ മുൻപിൽ വരുന്ന കുറച്ച് വേർഡ്സ് നോക്കിയിട്ട് അത് അപ്പൊ നമ്മൾ കാണുന്നത് സിംഗുലർ ആയിട്ടാണ്. ഓക്കെ, സ്പെക്സ് എന്ന് പറഞ്ഞാൽ സ്പെക്ടിക്കിൾ ആണോ അതോ സ്പെക്ടോഡ്സ് അതിന്റെ പ്ലൂറൽ ആണോ? സ്പെക്സിന്റെ മീനിങ് എന്താണ് വരുന്നത് മിസ്? സ്പെക്സ് ഇപ്പൊ എന്റെ ഇരിക്കുന്ന സ്പെക്സ് എന്നാ ഞാൻ പറയാം, അവരുണ്ടായില്ലുള്ളൂ. ഓക്കെ, അതിന്റെ സ്പെക്ടിക്കിൾസ് എന്നല്ലേ പറയാം? ആ, സ്പെക്ടിക്കിൾസ് നമ്മൾ പറയും, ഷോർട്ട് ആയിട്ട് സ്പെക്സ് എന്ന് പറയും. സ്പെക്ടോഡ്സ് എന്താണ്, പ്ലൂറൽ ആണോ? സ്പെക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്പെക്ടോഡ്സ് ആ ലിസ്റ്റിൽ കണ്ടോ മിസ്? ഷോർട്സ്, സ്പെക്ടോഡ്സ് ആൻഡ് സ്പെക്സ് എന്നാണ്, ഓർ സ്പെക്സ് എന്ന് പറഞ്ഞു. ആരാണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, സ്പെക്ടാക്കിൾസ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സ്പെക്ടാക്കിൾസ് ഓർ സ്പെക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്പെക്ടിക്കിൾസ് ആണോ? അതെ. ഓക്കെ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, ഇത് ഇത്രയും നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ നൗൺസിന് മാത്രമേ വരുള്ളൂ, പ്ലൂറലൈസ് ചെയ്യാൻ മാത്രമേ വരുള്ളൂ. താഴെ കൊടുക്കുന്ന ന്യൂ പെയർ ഓഫ് സ്പെക്സ് അങ്ങനെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പൊ മുകളിലത്തെ അത്രയും നൗണ് മാത്രമേ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിത് ഓൾറെഡി നൗണിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നൗൺ പോർഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 2, അതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നൗണും അൺകൗണ്ടബിൾ നൗൺ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ട്. സോ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, then moving on to the next convert rule is 16. Nouns such as billiards, buses, months, news, mathematics, physics ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിംഗുലർ ആയിട്ടാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കാം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നൗൺസും നമ്മൾ കൺസിഡർ ചെയ്യുക സിംഗുലർ നൗൺ ആയിട്ടാണ്. സോ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബ് ആണ്. സിംഗുലർ നൗണിന്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബ് ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പൊ ഫിസിക്സ്, മാത്സ് ഇതൊക്കെ വരാണെങ്കിൽ സബ്ജക്റ്റ് ആണ് അല്ലെ, അതൊക്കെ എല്ലാരും സിംഗുലർ nouns ആണ്. നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബും സിംഗുലർ ആയിരിക്കണം. Okay, the news is too good to consider. The news are alla, news is on use here. When was the United Nations established? Yeah, was on use irikkunna. Physics seems to seem and use it seems on singular verb on use irikkunna. Okay, clear? Then moving on with 21. അതുപോലെ ഇത് തന്നെ സെയിം, people, police, clergy, cattle, government are always plural. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോലീസ് ആൻഡ് പീപ്പിൾ ആണ്. ഇത് രണ്ടുമാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അത് പ്ലൂറൽ ആണ്. സോ വെർബും also plural. Then 22 plural words, phrases, titles, books, takes singular verb. അതായത് ബുക്സിന്റെ ടൈറ്റിൽസ് നമുക്ക് ഫേമസ് ആയ കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, ഗ്രേറ്റ് എക്സ്പെഡിഷൻ, അതുപോലെ പിന്നെ മഹാഭാരത, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ബുക്സ് ഉണ്ട്, രാമായണ, അതെല്ലാനും നമ്മൾ കൺസിഡർ ചെയ്യാം സിംഗുലർ നൗൺ ആയിട്ടാണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബും സിംഗുലർ ആണ്. അപ്പൊ ഒരുപാട് ബുക്സ് അറിയാലോ, ടൈറ്റിൽസ് ഏതൊക്കെ ബുക്സ് ടൈറ്റിൽസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ കണ്ടാൽ അത് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, then the last one, 24th one, in sports and games, records, names, countries, sexually treated as single plural verb യൂസ് ചെയ്യുന്നു. സ്പോർട്സ്, ഗെയിംസ്, റെക്കോർഡ്സ് ആയിക്കോട്ടെ, കൺട്രീസിന്റെ പേരായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ നൗൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ യൂസ് ചെയ്യേണ്ട വെർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ കോൺവേർട്ടിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും കീവേഡ്സ് എല്ലാം ഓർത്ത് വെക്കുക കറക്റ്റ് ആയിട്ട്. അത് എങ്ങനെയൊക്കെയാണ്, അത് നമ്മൾ പ്ലൂറൽ ആണോ സിംഗുലർ ആയിട്ടാണോ കാണാം, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. പഠിക്കേണ്ട ഒന്നാണ് കേട്ടോ കോൺവേർഡ്, മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒന്നാണ്. അപ്പൊ മാക്സിമം നന്നായിട്ട് പഠിക്കാൻ നോക്കുക. എന്നാൽ മാത്രം നമുക്ക് കോൺവേർഡ് ക്വസ്റ്റ്യൻ വന്നാലേ ആൻസർ ചെയ്യാൻ പറ്റും. എന്തായാലും ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും, മസ്റ്റ് ആണ്. കോൺവേർഡിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാതിരിക്കില്ല, വരും. ഓക്കെ, കോൺവേർഡ് ആൻഡ് ആർട്ടിക്കിൾ ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ഓക്കെ, സോ ഇത്രയുള്ള കോൺവേർഡ് ക്ലിയർ ആയിരുന്നോ? കുറച്ച് കൺഫ്യൂസിംഗ് ആണെന്ന് എനിക്കറിയാം. മാക്സിമം പഠിക്കുക, പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടൂ. ഓക്കെ, ക്ലിയർ?
ഒന്നും മിണ്ടുന്നില്ലല്ലോ. ക്ലിയർ ആണോ? Okay, miss. എക്സസൈസ് ഒക്കെ നോക്കിയിട്ട് വരാട്ടോ. ഐദർ വീണ ഓൺ ഗോ ബി ഡാഷ്. നമ്മൾ എന്താ യൂസ് ചെയ്യാ? ഐദർ ആണ്. ഐദർ വരുമ്പോ ഇങ്ങനെയാ വരണ്ടേ? ഏത് റൂളാണ്? Singular. Yeah. Rule number 4. Either. Has. As ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കുള്ള ക്വസ്റ്റ്യൻസ് വരാം. Then 100 years എന്ത് വരും? Are. Isam. 100 years is. Yes. One of the girls Is. dash one. Yeah, is. Are. Is. Is. അല്ലെങ്കിൽ ആരാണ്? Is. One of the girls Is. Is. all his money dash been stolen. Has. Has. Money ആണ് ട്ടോ. Honey is uncountable. So is. Has ആണ്. Has. Has. Then the students as well as their teacher dash in the library. Are. As well as വരുമ്പോ Are. 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 ആരാണ്? റൂൾ നോക്കാം. ഡൗട്ട് വരുന്ന റൂൾ നോക്കാം. ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് നോക്കുക. ആസ് വെൽ ആസ് വരുമ്പോ ഫസ്റ്റ് സബ്ജക്ട് ഇവിടെ എന്താണ്? സിംഗുലർ ആണെങ്കിൽ സിംഗുലർ. Yes. ഇത് റൂളായിരുന്നു നോക്കാം. As well as my brother as well as my sister has. First subject ആണെങ്കിൽ കൺസിഡർ ചെയ്യും. Yes. അപ്പോ കണ്ടോ, ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയില്ലേ? അപ്പോ the students as well as their teacher എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുക, നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോ Are. ആറാണ് വരാം. Then 20 rupees Is. is ആണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ എക്സസൈസ് എല്ലാം ചെയ്യാട്ടോ. Then അടുത്തൊരു pronouns, correct pronouns ആണ്. അത്രയ്ക്കേ ഉള്ളൂ ആ ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ്. പറയാനായിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ വരുന്നത് ആർട്ടിക്കിൾ fill in the blanks ആർട്ടിക്കിൾ വെച്ചിട്ട് ഫിൽ ചെയ്യാനുണ്ടാകും. അതുപോലെ തന്നെ കോമ്പൗണ്ട് വെച്ചിട്ട് ഫിൽ ചെയ്യാനുണ്ടാകും. ഇത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ അതിലെ ക്വസ്റ്റ്യൻ. രണ്ടായിരിക്കും മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സോ ക്ലിയർ അല്ലേ? യെസ് ടീച്ചർ. അപ്പോ ഇതിന്റെ മോക്ക് ടെസ്റ്റ് എന്നത്തേക്ക് വേണം? നാളെ ഇടാലോ. പറയൂ. ഇന്ന് തന്നെ ആവുമ്പോ ഓർമ്മയുണ്ടാവും, വേഗം വേഗം ചെയ്യാൻ പറ്റും. നാളെ ആവുമ്പോ ഇന്നെന്ന് പറയുമ്പോ നാളെ ക്ലാസ്സിന്റെ കൂടെ ഒപ്പമല്ല അപ്ലോഡ് ചെയ്യാം. അപ്പൊ നാളത്തേക്ക് ഉണ്ടാവും മോക്ക് ടെസ്റ്റ് കണുകാടിന്റെ. ഓക്കെ, ഓക്കെ ടീച്ചർ. അപ്പോ നമ്മുടെ ചാപ്റ്റർ ഇപ്പോ 2, 3, 4, 5 ഓൾറെഡി ഇനി 6 ചെയ്തായിരുന്നു. 6 അഡ്ജക്റ്റീവ് ആയിരുന്നു. ഈ അഡ്ജക്റ്റീവ് കംപ്ലീറ്റഡ് ആണ്. Then 7 noun completed ആണ്. Then 8 adverb completed ആണ്. 9 conditional sentence. ഇത് ഇത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. So preposition കഴിഞ്ഞു. 11 direct and indirect speech കംപ്ലീറ്റ് ചെയ്തു. ഡയറക്ട് സ്പീച്ചിന് ഞാൻ മോക്ക് ടെസ്റ്റ് തന്നിരുന്നല്ലേ അല്ലേ? പറയൂ.
തന്നിരുന്നോ? ഉം, എങ്ങനെ തന്നിരുന്നു. യെസ്. ഓക്കെ. അപ്പോ 11 ചാപ്റ്റർ 11 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ, കഴിഞ്ഞു. ഇനി 12 പാർട്ടിസിപ്പിൾ. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ് പാർട്ടിസിപ്പിൾ എന്നാണ് വെറുതെ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മള് ടെൻസ് പഠിച്ചു. ടെൻസ് പഠിച്ചില്ലേ? ടെൻസില് നമ്മൾ ഏതൊക്കെ ഫോം പഠിച്ചു? വെറുതെ ഏതൊക്കെ ഫോം പഠിച്ചു? V1, V2, V3. V1, V2, V3 പഠിച്ചു. ഓക്കെ, അതിന്റെ നമ്മൾ അതിന് കറക്റ്റ് എന്താ? V1 എന്ന് പറയുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മളൊരു പേര് പറയും. എന്താണ് V1? എന്താ? പ്രസന്റ്. V2 പാസ്റ്റ്. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. Past perfect. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? ഇനി അതിന് ശേഷം ഒരെണ്ണോടുണ്ട്, ഫോർത്ത് വൺ. ഇതെന്താണത്? പാർട്ടിസിപ്പിൾ ആണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആകാം, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകാം. അതായത് നമുക്ക് അറിയാം, V3 വരെ നമുക്ക് ഓക്കെ ആണ്. അതിനുശേഷം ഒരു വെർബ് ഉണ്ട്, ING ഫോം. നമ്മൾ ഓൾറെഡി പഠിച്ച ING ഫോം. അതിനെയാണ് ഈ ചാപ്റ്റർ പറയുന്നത് കേട്ടോ. ചാപ്റ്ററിൽ അത് മാത്രമേ ഉള്ളൂ, ING ഫോമിനാണ് പറയുന്നത്. അതായത് പ്രസന്റിലെ ING ഫോമും പാസ്റ്റിലെ ING ഫോമും. ഓക്കെ, അതായത് റൈറ്റിംഗ്, റീഡിങ്, പ്ലേയിങ്, സിംഗിങ്, ING വരുന്ന എല്ലാവരും എന്താണ്? പാർട്ടിസിപ്പിൾ ആണ്. അതൊക്കെ ഇപ്പോ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാ പറയാ അല്ലെ? അത് അങ്ങനെ പറയാൻ ബോക്സുകൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് അറിയാനായിട്ട്. ഓക്കെ, അപ്പൊ ING ഫോം വരുന്നതാണ് ചാപ്റ്ററിലുള്ളത്, യൂണിറ്റ്. സോ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ING ഫോം വരുന്നത്. നമ്മൾ ഓൾറെഡി ടെൻസിൽ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അറ്റ് പ്രസന്റ് നടക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ? അതാണ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ING ഫോം ആയിട്ട് നമ്മൾ കണക്കാക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ED ചേർത്ത് വരുന്നതാണ്. അതായത് റിട്ടേൺ എന്നൊക്കെ പറയില്ലേ, റിട്ടേൺ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ V3 ഫോം ആണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ദെൻ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് എന്ത്? ING ഫോം. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ? ഇത് നമ്മൾ ജെറുടെന്നും പറയും കേട്ടോ. ING ഫോം ജെറുടെന്ന് പറയും. ഓക്കെ, ഇത്രയൊക്കെ നോക്കിയാൽ മതി. എത്രയേ ഉള്ളൂ ചാപ്റ്റർ, വേറൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ING ഫോം ആണെന്ന് മനസ്സിലാക്കുക. അതിപ്പോ ടെൻസിൽ പഠിച്ചപ്പോ തന്നെ എന്താ അറിയാം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീസ് ഡാഷ് റൈറ്റ് നൗ. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷീസ് ഡാഷ് റൈറ്റ് നൗ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തരാണ്. റിട്ടേൺ, റൈറ്റിംഗ്, റൈറ്റ്. ഇതിന് 4 ഓപ്ഷൻ തരാണ്. നിങ്ങൾ ഏത് എഴുതും? റൈറ്റിംഗ്. റൈറ്റിംഗ്. ഇനി എനിക്ക് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനുള്ളിൽ പറയേണ്ട ആവശ്യമൊന്നും. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. 12th ചാപ്റ്റർ അത്രയേ ഉള്ളൂ. പിന്നെയുള്ളത് ഫ്രേസൽ വെർബ് ആണ്. ഫ്രേസൽ വെർബ് 64 വെർബ് ഉണ്ട്. 64 അല്ല, 69. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടി വരുമോ? എല്ലാം പഠിക്കേണ്ടതാണ് കേട്ടോ. അത്യാവശ്യമാണ്. ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. ഫ്രേസൽ വെർബ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എത്രത്തോളം ഉണ്ട്, ഒരുപാടുണ്ട്. എല്ലാം പഠിച്ചാൽ അത്രയും നല്ലത്. പക്ഷെ ഇതിൽ ഞാൻ ഇമ്പോർട്ടന്റ് മാത്രമേ ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് വേണ്ടി ഇമ്പോർട്ടൻസ് മാത്രമേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത്രയാണ് ഫ്രേസൽ വെർബ് ഉള്ളത്. പിന്നെയുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞോണ്ടിരിക്കുക. പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ് സിമ്പിൾ ആണ്. പിന്നെ റൈറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോ ഫ്രേസൽ വെർബും കൂടെ പറയുകയാണെങ്കിൽ കഴിഞ്ഞു. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. 10th ക്വസ്റ്റ്യൻ ടാഗ് നോക്കാം. ഓക്കെ, ഫ്രേസൽ വെർബ് പറയട്ടെ, ഇമ്പോർട്ടന്റ് മാത്രം പറയട്ടെ. നോട്ട് ചെയ്ത് വെക്കോ? ഓക്കെ.
Okay. The first one, break away. The first one, break away. Numbers are numbers ida allengil enakku phrasal verb aayittu ezhudam. Okay. The number one, break away, and number five. Number five aanu ketta. Five, break out. Number five, break out. Then number eight, bring about. Number eight, bring about. Then number 11, bring in. Number 11, bring in. Yes. Number 11. Then number 15. Number 15, correct. Number 15, correct. Number 16, call upon. Number 16, call upon. 19, carry out. 19, carry out. 20, come about. 20, come about. 22, come by. 22, come by. 25, cut across. 25, cut across. 26, cut down. 26, cut down. 29, get over. 29, get over. 31, get through. 31, get through. 34, give up. 34, give up. 39, look after. 39, look after. 42, make out. 42, make out. 46, put across. 46, put across. 49, put on. Put on. 67, wind up. 67, wind up. And the last one, 69, cling to. Cling to. The last one, 69, is cling to. Numbers ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. Numbers മാത്രമായിട്ട് എഴുതണമെങ്കിൽ എഴുതാം. Okay. Yeah. Okay. Clear ആണല്ലോ. അപ്പൊ ഇത്രയാണ് phrasal verb ലെ important ആയിട്ടുള്ളത്. So, 8 പറഞ്ഞില്ലേ പഠിക്കാം. മിസ്? ഇതോ 8 പറഞ്ഞില്ലേ? 8 പറഞ്ഞല്ലോ. ടെക്സ്റ്റ് ചെയ്തതിൽ കണ്ടില്ല. 8 പറഞ്ഞു. Yeah, 8 ഉണ്ട് കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്തില്ല. 8 ഉണ്ട് കേട്ടോ. 1, 5, 8, 11, 15, 16, 19, 20, 22, 25, 26, 29, 31, 34, 39, 42, 46,
49, 67, 69. Okay, clear? Yes, Very miss. important. Yes. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ പോർഷൻ ക്ലിയർ ആവാനാണ് ചാൻസ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കൂ. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നോ ടീച്ചർ. ടീച്ചർ കുറച്ച് സ്പീഡായിരുന്നു. അത്രയും പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ, പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന്. ഓക്കെ, നമുക്ക് ടോപ്പിക് പ്രസന്റേഷനിലേക്ക് പോയാലോ? ടോപ്പിക് തന്നെ നിങ്ങൾ എല്ലാവരും പ്രസന്റ് ചെയ്യും. ഇത് ചോദിക്കട്ടെ, ചെയ്യോ? ഗീത ആൻഡ് ഉഷ ഓക്കെ ആയിരിക്കും. ബാക്കി എല്ലാവരും ഞാൻ ചോദിക്കുന്നത്, പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ? ഓക്കെ. ഒരാൾ വന്നു. ഇനി ആരെങ്കിലും? നിങ്ങൾ എല്ലാവരും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. കാരണം ടോപ്പിക് ഒക്കെ തന്നിട്ട് പിന്നെ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പോകും. എന്താ വേണ്ടതില്ല പറഞ്ഞു. സമീറ, അയന, സൗമ്യ, മഞ്ജുഷ, ഷംന പറയൂ എല്ലാവരും. റെഡിയാണ് മിസ്. റെഡിയാണ്. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പ്രസന്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടോ നമ്മള്? ടീച്ചർ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചെല്ലാം ചെയ്തതല്ലേ സ്വർണ്ണ ക്വസ്റ്റ്യൻ, അതില്ല അതാണോ ടീച്ചർ? അതെങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല, അല്ലാതെ ടോപ്പിക് ഞാൻ തന്നിട്ട് പ്രസന്റ് ചെയ്യാൻ തന്നിട്ടുണ്ടോ? ഒരു ടോപ്പിക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു, അത് നിങ്ങളെ നോക്കിയിട്ട് വരുന്നു, ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യുന്നു. ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? നമ്മള് ചെയ്യാൻ ചാൻസ് കുറവാണ്. എന്തോ കേട്ടില്ല ഫാത്തിമ? ഫാത്തിമ, ടീച്ചർ ടോപ്പിക് ഏതായിരുന്നു? ടോപ്പിക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് മിസ് പറയാൻ പറഞ്ഞിട്ട്, അതും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഇംഗ്ലീഷ് തന്നെ വേണം എന്നുള്ള രീതിയിലല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ ടോപ്പിക് ഞാൻ തരാം. അത് ഇംഗ്ലീഷിലാണ് കേട്ടോ. ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യും. കംഫർട്ടബിൾ ആയ ലാംഗ്വേജ് ഞാൻ എപ്പോഴും പറയുന്നില്ല, ഇംഗ്ലീഷിൽ തന്നെ പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നോട്ട്സ് എഴുതാം. ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ തന്നെ വന്ന് കോപ്പി പേസ്റ്റ് പോലെ ഇവിടെ വന്ന് പ്രസന്റ് ചെയ്തിട്ടോ. ഓക്കെ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇപ്പൊ. കടൽത്തുമ്പിലുണ്ടല്ലേ, ടിപ്സിലുണ്ടല്ലേ. സോ സെർച്ച് ചെയ്യാം, മാക്സിമം റെഫർ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. പറയുന്നത് അതുപോലെ തന്നെ ചെയ്യട്ടോ, നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് റൂമിൽ ഇരുന്നോ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. നമ്മള് ഇപ്പോ ഒരു എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ക്ലാസ്സിൽ ചെയ്യില്ലേ, അതേപോലെ ടീച്ചറിന് മുന്നിൽ സംസാരിക്കുന്ന പോലെ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യും. നോക്കി വായിക്കരുത്. ക്ലാസ്സിൽ വന്നിട്ട് ബുക്ക് എടുത്ത് വന്നിട്ട് നോക്കി വായിക്കരുത്. ഓക്കെ, അതുമല്ല ബൈഹാർട്ട് പഠിക്കുകയും ചെയ്യരുത്. ബൈഹാർട്ട് പഠിക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ എഴുതാൻ നോക്കാം. റെഫർ ചെയ്തതിനു ശേഷം റെഫർ ചെയ്യാം, നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതാം. എന്നിട്ട് അതിവിടെ നോക്കി വായിക്കാതെ നിങ്ങൾ അതിന് എന്താണോ മനസ്സിലായത് 2-3 പ്രാക്ടീസിന് ശേഷം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് പ്രാക്ടീസ് പ്രസന്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് എന്ന് അങ്ങനെ മാത്രം വന്ന് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. ഓക്കെ, ടോപ്പിക് ഈസ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ആണ് ടോപ്പിക് കേട്ടോ. ക്യാൻ സ്പീക്ക് എനിത്തിങ്. കോൺഫിഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. കോൺഫിഡൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ അറിയുന്നത്, ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയാലോ. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കോൺഫിഡൻസിനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ടോപ്പിക് കോൺഫിഡൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ റെഫർ ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഉറക്കി പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക.
ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യാം. ഇപ്പോ എല്ലാവരും സംബന്ധിച്ച് പോകും. ലാസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, നോട്ട്ബുക്ക് എടുക്കുക, നോക്കി വായിക്കും. ഇതാണ് ചെയ്യാം. പക്ഷെ അങ്ങനെ എല്ലാവരും എനിക്ക് വേണ്ടത്, നോക്കി വായിക്കരുത്. ഓക്കെ, മാക്സിമം വീഡിയോ ഓൺ ആക്കി പ്രസന്റ് ചെയ്യാൻ പറ്റുമോ, ഏറ്റവും നല്ല കാര്യം. ഓക്കെ ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടോപ്പിക് പ്രസന്റേഷൻ എടുത്താലൊന്നല്ല, നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ടോപ്പിക് പ്രസന്റേഷൻ ആണ്. ടോപ്പിക് ഈസ് കോൺഫിഡൻസ്. ഓക്കെ ഓക്കെ ടീച്ചർ. ഓക്കെ മിസ്. ഈ പറയുന്ന എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യില്ലേ? എല്ലാവരും ഉണ്ടാവില്ലേ? ടോപ്പിക് പ്രസന്റേഷൻ ആണ്, പഠിക്കാനൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ജോയിൻ ചെയ്യാതിരിക്കണ്ട. അത് പ്രസന്റ് ചെയ്യൂ, അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അപ്പോ മനസ്സിലാവും. എക്സ്പീരിയൻസ് ആണ്, എവരിതിങ് ലേൺസ് ഫ്രം എക്സ്പീരിയൻസ് എന്നാ പറയുന്നത് അല്ലെ. എല്ലാം നമ്മൾ പഠിക്കുന്ന എക്സ്പീരിയൻസിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചെങ്കിലും പറ്റും, ഒരു കോൺഫിഡൻസ് വരും. ഈ കോൺഫിഡൻസ് എന്താണെന്ന് ആദ്യം നിങ്ങൾ ടോപ്പിക് പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോൺഫിഡൻസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, എല്ലാവരും കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ, ആരും കോൺഫിഡൻസ് ഇല്ലാതെ ഇവിടെ വന്നിരിക്കുന്നവരല്ല. അതുകൊണ്ട് ടോപ്പിക് മാക്സിമം ഒരുപാട് കാര്യങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുണ്ടാകും. മാക്സിമം ഇംഗ്ലീഷ് തന്നെ പറയാൻ നോക്കാം. കുറച്ച് മാത്രം പറയണമെന്നില്ല കേട്ടോ, 1-2 സെന്റൻസിൽ ഒതുക്കരുത്. ഓക്കെ, ഒരു വലിയൊരു പാരഗ്രാഫ് ആയിക്കോട്ടെ, നന്നായിട്ട് സംസാരിക്കാം. ഓക്കെ, ആക്റ്റീവ് അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ് ടീച്ചർ. നെക്സ്റ്റ് ക്ലാസ്സിലാണോ പറയണ്ടേ? നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, കുറച്ച് നമുക്ക് ടോപ്പിക് പ്രസന്റേഷനിലൊക്കെ പോകാം. കാരണം നിങ്ങൾ ഇതുവരെയും അങ്ങനെ പ്രസന്റേഷനോ കാര്യങ്ങളോ ഇംഗ്ലീഷുമായിട്ട് നമ്മൾ ചാപ്റ്റർ വൈസിൽ പഠിക്കുന്നല്ലാതെ വേറെ ഒന്നും പറയാനോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല അല്ലെ. സോ ഇനി അങ്ങോട്ട് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാം. ഇത്രയും നാളെ തിയറീസ് ആണ്, ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, റെഡി ആണല്ലോ? യെസ് ടീച്ചർ. അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, എന്നോട് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പൊതുവെ നിങ്ങൾ സംസാരിക്കാത്തവരാണോ? സംസാരിച്ചോളൂ നിങ്ങൾക്ക്, ചുമ്മാ എന്തെങ്കിലൊക്കെ. എല്ലാവർക്കും പാട്ട് പാടാൻ അറിയോ? എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാം? എനിക്ക് പാടാൻ അറിയില്ല, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഇപ്പൊ എന്നോട് സംസാരിക്കൂ, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഒരു ദിവസം നമുക്ക് ക്ലാസ്സിൽ പാട്ട് പാടിയാൽ റെഡിയാണോ എല്ലാവരും? യെസ് ടീച്ചർ, നമ്മൾ ഈ കേരളപ്പിറവിക്കൊക്കെ നമ്മളെല്ലാരും പാടിയിട്ടുണ്ട് പറ്റുന്നത് പോലെ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ പൊതുവെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മള് ഈ ചാപ്റ്ററിന്റെ കുറയായിരുന്നു. പോർഷൻ കംപ്ലീറ്റ് ആകുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ ഓക്കെ, ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരാം. ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ നോക്കുക, മാക്സിമം നോക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? ഒന്നും പറയാനില്ല, ചോദിക്കാനുണ്ട്. ക്ലാസ്സിനെ സംബന്ധിച്ചിട്ട് ഒന്ന് ചോദിക്കാനില്ല ടീച്ചർ. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ടെസ്റ്റ് തന്നില്ലല്ലോ. ഞാൻ ചോദിച്ചല്ലോ എവിടെയത് തന്നിട്ടില്ല. പിന്നെ അത് തന്നെയല്ല, അത് ഇമ്പറേറ്റീവ് എക്സ്ക്ലമേറ്ററി എടുത്തിട്ട് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എടുത്തില്ല കേട്ടോ. അതിന്ന് എക്സാമിന് വന്നാല് എന്തോ ചെയ്യും? എക്സ്ക്ലമേറ്ററി എടുത്തിട്ടേ ഇല്ല, ഞാൻ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തിരുന്നോ? ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്ത് 2 ഗ്രൂപ്പുകാരെ ചെയ്തുള്ളൂ, ഒരു ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. ആ ഒരു ഗ്രൂപ്പ് ആരാണെന്ന് അറിയോ? യെസ് ടീച്ചർ, നൈസി, അക്ഷയ, പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ ചോദിച്ചിരുന്നത്. യെസ് ടീച്ചർ, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആരെങ്കിലും ഉണ്ടോ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്? ആരെങ്കിലും ഉണ്ടോ? അക്ഷയ, റഫീന, നൈസി അവരാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നോ ഗ്രൂപ്പിൽ? വാട്സാപ്പിൽ പറഞ്ഞിരുന്നോ ആരെങ്കിലും? ഹലോ,
വാട്സപ്പ് ഗ്രൂപ്പില് അവര് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട്? മിസ് തന്നെ രണ്ടാമതും പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ആഴ്ചയില് പറഞ്ഞായിരുന്നു അതെടുക്കണം, അവര് എടുത്തില്ല എന്ത് ചെയ്യും എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങള് പറഞ്ഞ ഒരു അസൈൻമെന്റ് ഒരാൾക്ക് കൊടുത്താൽ അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ കൊടുത്താലും ആരും ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് പിന്നെ അതിലൊന്നും ഇട്ടില്ല. അവരും ഉണ്ടായിരുന്നു അന്നേരം. അപ്പൊ അവര് പറഞ്ഞു ചിലർക്ക് അസുഖം, ഒരാൾക്ക് അസുഖമായിരുന്നു, അവര് 3 പേർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളായിരുന്നു എന്ന് പറഞ്ഞു. ശരി ശരി, ഞാൻ ഓർക്കുന്നുണ്ട്. അതില് റസീനൊക്കെയാണ് അല്ലെ, അസുഖമാണെന്ന് പറഞ്ഞു, ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലും കൂടെ ഞാൻ നോക്കും. അല്ലാണ്ട് ഇപ്പൊ അവർക്ക് പറ്റുന്നില്ല എങ്കിൽ വേറെ ടീച്ചേഴ്സ് ഇപ്പൊ എടുക്കാത്തവർ ഒത്തിരി പേരില്ലേ, അവർക്ക് 1-2 പേർക്ക് വേറെ മാറി കൊടുക്കും ടീച്ചറെ. ആരെങ്കിലും വില്ലിങ് ആയവരുണ്ടോ എന്ന് പറയും നിങ്ങൾ തന്നെ പറയും. ഞാൻ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തിട്ട് കാര്യം എനിക്ക് മനസ്സിലായി. ആരെങ്കിലും വില്ലിങ് ആയവർ 3 പേര് വരും. ആരാണ്? അത് ചോദിച്ചാലും നിങ്ങൾ കണ്ടില്ല. ഞങ്ങളൊക്കെ ചെയ്തു. ഗീത, ഫാത്തിമ, ഞാന്, ലക്ഷ്മി, ഞങ്ങള് കുറെ പേര് ചെയ്തു. സൈഫു, സമീറ, 6 പേര് ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളവർക്ക് കൊടുക്ക്, ഞങ്ങൾ തന്നെ ചെയ്യാനാണ് ചെയ്യും. ഫർസാന ചെയ്താണോ? ഫർസാന, അയനമോൾ ഫർസാന, ഫാത്തിമ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇടാതിരുന്നാ മതി. എന്തോ ആ പോർഷനിന്ന് ക്വസ്റ്റ്യൻ ഇടാതിരുന്നാ മതി. ഇല്ല, ആ പോർഷൻ ആരോട് ഞാൻ തന്നെ എടുത്തു. ഓക്കെ, പക്ഷെ എടുക്കാൻ ആരെങ്കിലും റെഡിയാണോ? അതെനിക്ക് അറിയണം. ആരെങ്കിലും റെഡിയാണോ? എടുത്തവരായിക്കോട്ടെ എടുക്കാത്തവരായിക്കോട്ടെ, റെഡിയാണോ ആരെങ്കിലും? ചോദിച്ചാൽ മിണ്ടില്ല. ഇത് പറയുന്നു ഓൾറെഡി എടുത്തതാണ്. എനിക്ക് ആരും ഫീലിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അത് ഓക്കെ. ആരും വില്ലിങ് അല്ലല്ലോ, ഞാൻ ചോദിച്ചല്ലോ. എടുക്കാതെ കൂടി ഞാൻ ചോദിച്ചു, ആരും വില്ലിങ് അല്ല. മിണ്ടുന്നില്ല, റെസ്പോൺസ് ചെയ്യില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാം? നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ഞാൻ തന്നെ പോർഷൻ എടുക്കും. അറിയൂ, കാരണം ഒരു കാര്യം അത് ചെയ്യണം. ആരൊക്കെ റെഡിയാണ്? ഫാത്തിമ ഓക്കെയാണോ? ഒരു ടോപ്പിക് ഞാൻ ഓൾറെഡി എടുത്തതാണ്, വേറെ ആരും. കാരണം ഞാനിപ്പോ എടുത്തതാണ്, ശരിയാണ്, അവർക്ക് എടുത്തവരാണ് എനിക്കറിയാം. പക്ഷെ മറ്റുള്ളവർ എടുക്കുന്നില്ലെങ്കിൽ എനിക്ക് അവർ നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം റെസ്പോൺസ് ചെയ്യില്ല. അവൻ ഞാൻ എന്ത് പഠിക്കുന്ന പറഞ്ഞിട്ട് റിപ്ലൈ വരുന്നില്ല. അപ്പൊ എടുത്തവരെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. നിങ്ങൾക്കാണ് അതിന്റെ ഗുണം, അല്ലാണ്ട് എനിക്കല്ല. ഓക്കെ, എടുത്തൊരു ഫീലിംഗ് ആണ് നിങ്ങൾ എടുക്കുക. ഓക്കെ ആണോ? ഫാത്തിമ ഓക്കെ ആണ്? ദെൻ വേറെ ആരെങ്കിലും? ഉഷ ഓക്കെ ആണോ? ഓക്കെ. ദെൻ ഗീത. ഓക്കെ, ടീച്ചർ പറയുമ്പം പിന്നെ നമ്മൾക്ക് നോ പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കാൻ കുഴപ്പമില്ല. ഓർമ്മിപ്പിക്കണ്ടായിരുന്നു എന്നിപ്പോ ഓർക്കുക. എടുക്കാത്തവര് വേണം എടുക്കാൻ, ഞങ്ങൾക്ക് പറ്റും. പക്ഷെ അതൊരു എടുക്കാത്തവര് മുന്നോട്ട് വരണ്ടേ, അവര് ചെയ്യണ്ടേ. ഓക്കെ, അവര് മുന്നോട്ട് വരുന്നില്ല, ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ഗ്രൂപ്പിലുള്ളവര് വരികയാണെന്നുണ്ടെങ്കിൽ അവർ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അവർ എടുക്കട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ഓക്കെ, പക്ഷെ അവര് വില്ലിങ് ആണോ ഇല്ലെന്ന് ഞാൻ എങ്ങനെ അറിയാനില്ല? അതെ, അത് നമുക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ? ഒരു കാര്യം അത് ആക്റ്റീവ് ഒന്നും അല്ല നല്ലപോലെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കൂ, അത്രേ ഉള്ളു അതിന്റെ വർക്ക്. ഞാനെന്താ പറയാ, ലാസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഗ്രൂപ്പില് ഒന്ന് ഇൻഫോം ചെയ്യൂ. ആർക്കെങ്കിലും റെഡിയാണോ വില്ലിങ് ആണോ നിങ്ങൾ ചോദിക്കാം. ആരും വില്ലിങ് അല്ലെങ്കിൽ നിങ്ങളിപ്പോ 3 പേര് ക്ലാസ് എടുക്കാം, കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ബാക്കി എല്ലാ പോർഷൻസും ഞാൻ ക്ലിയർ ചെയ്യും. അതിനുശേഷം മാത്രമേ ഞാൻ അതിൽ മോക്ക് ടെസ്റ്റ് എടുക്കുള്ളൂ. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റ് വരാൻ ഞാൻ ചോദിച്ചു. മോക്ക് ടെസ്റ്റ് പറഞ്ഞിരുന്നോ? എന്തെന്ന് പറഞ്ഞു കുറച്ച്.
ഓക്കെ, അത് ഓൾറെഡി അത് കംപ്ലീറ്റഡ് ആയില്ല ആ ചാപ്റ്റർ, അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റ് വരാൻ കേട്ടോ. ഓക്കെ, അപ്പോ നാളെ എന്തായാലും കോൺകേർഡ് ആർട്ടിക്കിൾ ആ ചാപ്റ്ററിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. യൂണിറ്റ് 4 or 5, I think 5 ആണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ടോപ്പിക് പ്രസന്റേഷൻ ആയിട്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾ എടുത്താലും മതി. എക്സ്പ്ലനേഷൻ നിങ്ങൾ ഒന്ന് ചോദിച്ച് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കും. അഥവാ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ എടുക്കാവുന്നതാണ്. ഓക്കെ, എന്നോട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാം, നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പറയാം. ഓക്കെ ഓക്കെ ടീച്ചർ. ആർട്ടിക്കിൾ യൂണിറ്റ് 5 ആണ് ടീച്ചർ. അപ്പൊ അതിന് മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാവും, അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ ടീച്ചർ. Yeah. Okay, so let's find out today's class. Okay, thank you all. See you on next class. Okay, bye. താങ്ക് യു ടീച്ചർ. ടീച്ചർ ഇത് സ്ട്രൈറ്റ് ലൈൻ ആണോ ചെയ്തത്, സ്മൂത്ത് ലൈൻ ആണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ ചെയ്തത്? ബോട്ടോക്സ്. അതാണ് കുറച്ചുകൂടി ക്വാളിറ്റി നല്ല ഇതുള്ളത്, മുടി കുറച്ചുകൂടി ഹെൽത്തിയോ. Okay, bye.